അവരെ പോകാൻ പറ. ആ വേല അവന്മാരെ കയ്യിലിരിക്കും. കൊറേ നേരമായാലും താനിത് വെച്ച് കൊട്ടാൻ തുടങ്ങിയിട്ട് ഈ നിമിഷം വരെ ഒരൊറ്റ വാക്ക് തെറ്റായി താൻ ടൈപ്പ് ചെയ്യുന്നുണ്ടോ? അതിന് ഞാൻ എന്തെടുക്കാനാ? എങ്ങാണ്ട് കിടന്ന ഒരു തൊലിഞ്ഞ മെഷീൻ കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചിട്ട് എ അടിക്കുമ്പോ വി, വി അടിക്കുമ്പോ എ. അയ്യോടോ, പിന്നെ അത് ഈ മെഷീന്റെ തറാറല്ല, നിന്റെ തലേന്റെ തറാറാ. ഇതിനകത്തുള്ളൊക്കെ തിരിഞ്ഞെടുക്കാം. റഷീദ് സാറ് പറഞ്ഞു ഒരു അഡ്മിഷൻ ഫോം തരാൻ. അകത്ത് പ്യൂൺ ഉണ്ടാവുമെന്നും പറഞ്ഞു. പിയൂൺ റഷീദ് സാർ, റഷീദ് സാർ പിയു. അപ്പൊ പിന്നെ പ്രിൻസിപ്പാളോ? രണ്ട് സിസറും ബാക്കി ബീഡിയും. കൈനട്ടം കിട്ടിയതിന് കംപ്ലീറ്റ് തോട്ടിൻ തോളിയോ? ഇപ്പോഴത്തെ നോട്ടിനൊക്കെ തൊളയാ. ആ, ഇപ്പോഴത്തെ വീഡിയോ ഒക്കെ നല്ല കണ്ടീഷനാ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പുകല കുറയുന്നത് മാത്രം. ആ, ഇങ്ങനൊന്നും ആയാ പോരാ കേട്ടോ. 3-4 വീട് കൊണ്ട് ഒന്നും ആവില്ല. 2 എണ്ണം കുറവുണ്ടല്ലോ. നീ ഏത് ദുനിയാവിലാണ് മോനെ ജീവിക്കുന്നത്? കുവൈത്ത് വിശേഷം ഒന്നും അറിയൂലേ? കുവൈറ്റും ബീഡിയുമായുള്ള ബന്ധം? കുവൈത്തിലുള്ള സർവ്വ മലയാളികളും അറബികളും ഇന്റെ വീടിയാണ് വലിക്കുന്നത്. ഇപ്പൊ ടിപ്പു സുൽത്താന്റെ വീടായിട്ട് പോയിരിക്കുക. ടിപ്പു സുൽത്താനോ? ആടോ, നമ്മളെ കപ്പലേ. അവിടെ അല്ലെങ്കിൽ തന്നെ നേരല്ല. നീ അതുകൊണ്ട് വലിക്കാൻ നോക്ക്. ആ, ഇത് കണ്ടോ, ഇതാണ് ആൺകുട്ടികള്. ഇതന്നെ ഇപ്പൊ 4ാമത്തെ പ്രാവശ്യ. R.K. Narayan is one of the most famous English writers in India. In his short story, Postman, Hamid, എന്താ അവിടെ? അല്ല ടീച്ചറെ, ബീഡി കൊണ്ടുവന്നത്. R.K. നാരായണന്റെ ആത്മസംതൃപ്തിക്കായി ഒരു ബീഡി വലിച്ചളയാൻ കരുതി. അല്ലടാ? അതെ, അതേന്ന്. അയ്യോ, ടീച്ചർ പോവാണ്. വലിയ ഉപകാരം. ഇനി നമുക്കൊരു ബീഡിയല്ല വലിച്ച് വളരെ ഹാപ്പി ആയിട്ടിരിക്കാം. എന്നാ ലാലു 50 രൂപ തന്നില്ല. രാധ കുടിശ്ശിക 3 മാസം തന്നില്ല. ഇന്ന് ഉത്തരവാദിത്വം അത് വേണം. വീഡിയോസ് കേട്ടോ. ചുരുട്ട് സമയം എത്രയാ തന്റെ വിചാരം? നിങ്ങളെ വില വായിച്ചെടുക്കുന്നത് നോക്കി എഴുന്നേൽക്കണോ? നിങ്ങൾ ചൂടാൻ വേണ്ടി കാര്യം പറയുന്നത്. എടോ, താൻ ഇവിടുത്തെ പിയൂണ്, അത് മറക്കരുത്. ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് മുഖത്ത് നോക്കി പിയൂണ് കിയൂണെന്ന് വിളിക്കരുത്. നിങ്ങൾ കാര്യം പറയേ. ഓയ് ബെല്ലടിയടാ. അല്ല, നിങ്ങൾ അവിടുന്നല്ലേ ഇങ്ങോട്ട് വരുന്നത്. ആ കോലെടുത്ത് നിങ്ങൾ 4 മുട്ട് മുട്ടിയാലും അത് അടിയൂലേ? ഓക്കെ, നീ ഒന്ന് മനസ്സിലാക്കണം, ഞാൻ ഈ സ്ഥാപനത്തിന്റെ പിയൂണാണ്. അല്ല, അത് നീ, ഞാൻ പ്രിൻസിപ്പാളാ. മനസ്സിലായി? എഴുന്നേൽക്കണോ? ഞാൻ പ്രിൻസിപ്പാൾ തന്നെയാ. പിയൂണിന്റെ ധർമ്മവും കാത്തുരക്ഷിക്കണം. അതാണ് പിയൂൺ. മനസ്സിലായി? ആ, പോയി വല്ലടി. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇതൊന്ന് പിടിക്കേ. നിങ്ങളെ ധർമ്മം കാത്തു സൂക്ഷിക്കേ. ഇത് മൊറല്ലേ? അയ്യോ വക്ക, അടിച്ചടാ, ഓടിവാടാ, ഓടിവാടാ. എന്തോ അടിച്ചെന്നാ പറയണത്? എടാ, ബെല്ലടിച്ചെന്ന്. മരമാഹ്രി, നിന്നെയൊക്കെ വളർത്തണേ നല്ല വല്ല പോത്തിനെ വളർത്താടാ. എടാ, നീ ഇത് ഓഫീസ് റൂമിൽ കൊണ്ടുകൊടുത്ത് പറ്റുവരെ വെച്ചിട്ട് വാ. ചെല്ലട പോക്കെ. അല്ലെങ്കിലും റാഹേലമ്മയുടെ ചായക്ക് ഒരു സ്പെഷ്യാലിറ്റിയാ. എന്തിന് നമ്മളെ ജമീലക്ക് പോലും ഇങ്ങനൊരു ചായ ഉണ്ടാക്കാൻ കഴിയൂല. റഷീദ്, ഇങ്ങോട്ടോക്ക്. കടിക്കാനൊന്നുമില്ല. കണക്ക് തീർക്കാതെ കടിയും പിടിയൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലണ്ടെന്നാണ് റാഹേലമ്മ പറഞ്ഞത്. ആ, എനിക്കും അതന്നെയാണ് പറയാനുള്ളത്. നമ്മളെ കണക്ക് തീർക്കാണ്ട് ഇനി വലിക്കണ്ട കേട്ടോ. അവിടെ ആള് വന്നേക്കണ്, നിങ്ങളൊന്ന് വേഗം വരി. ആ, പുന്നാരോ പ്രിൻസിപ്പാളെ, നമ്മളെ ജമീല വന്നിക്കണേ. എന്തെങ്കിലും സീരിയസ് കേസ് ഇല്ലാണ്ട് ഓള് വരൂല. നിങ്ങൾ ഇതൊന്ന് പൊടിക്കേ, സമയം ഒന്ന് അടിച്ചു കൊടുക്കേ. അതാ പോവാ, നടക്ക. എന്തിനാണ് മനുഷ്യനെ? നമ്മൾ ഓടിയില്ലെങ്കിലേ വന്ന വായമാരോടി കളി. പറഞ്ഞോളി. ആർക്കാ കല്യാണം? മോനോ മോക്കോ? മോൾക്കാ. ആ, മോനായാലും കുഴപ്പമില്ല. ഇനി നിങ്ങൾക്കായാലും ശരി, ഞാൻ റെഡിയാ. പിന്നെ നമ്മളെ വ്യവസ്ഥകള്: അഡ്മിഷൻ ഫീസ് 100 രൂപ, സർവീസ് ചാർജ് 20 രൂപ, പിന്നെ ഒരു 5 രൂപ. അത് ഈ പോസ്റ്റൽ ചാർജ് രജിസ്റ്റർ ചാർജ് എല്ലാം കൂടിയാണേ മൊത്തം 125 രൂപ. ആ ജമീല, ആ ഫോറെല്ലാം കൂടി കേട്ടിട്ട്. അല്ല, നിങ്ങൾ വേറെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്താണെന്നറിയോ, എവിടെയും കിട്ടാതെ വരുമ്പോൾ ഇവിടെ വലിയല്ലേ. അല്ല, പേര് രജിസ്റ്റർ ചെയ്ത് പണം അടച്ചു കഴിഞ്ഞാൽ പിന്നെ സംഗതി നടക്കൂ. ആ, എടുക്കട്ടെ.
അല്ല നിങ്ങൾ നമ്മളെ സ്ഥാപനത്തെ പറ്റി എന്താ മനസ്സിലാക്കിയേ? വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര്, വക്കീൽമാര്, എഞ്ചിനീയർമാര്, ബിസിനസ് പാർട്ടീസ് ആണ് നമ്മളെ കസ്റ്റമേഴ്സ്. മാത്രല്ല നമ്മളതേ 2 കൊല്ലം ഗ്യാരണ്ടിയാ. ഇത് ലോകത്തൊരു ബ്യൂറോയിലും കിട്ടൂല. അതുകൊണ്ടല്ല, ഏതുകൊണ്ടായാലും 2000 ആണ്ടോടെ ഈ രാജ്യത്ത് കല്യാണം കഴിക്കാത്ത ഒരു ജീവി ഉണ്ടാകാൻ പാടില്ല. അതാണ് നമ്മളെ മാനിഫെസ്റ്റോ. ഞാൻ ഇവിടെ വന്നിട്ടേ 9 മാസായി. എനിക്ക് ആകെ കൂടി കിട്ടിയത് 100 ഉലുവയാ. ഞങ്ങളുടെയൊക്കെ സ്ഥിതി വളരെ ശോചനീയമാണ് സനാതനപിള്ള സാറേ. എന്റെ സ്ഥിതി അതിലും ശോചനീയമാണ് ടൈപ്പ്റൈറ്റിംഗ് സാറേ. 36% പലിശക്ക് ദുബായിൽ വന്ന ചന്ദ്രശേഖരൻ നായരുടെ അടുത്ത് വായ്പയ്ക്ക് പണം വാങ്ങിയിട്ടാ ഞാൻ ഈ കോളേജ് നടത്തുന്നത്. അറിയോ കൊറേ പാച്ചാൻ വന്നിക്കണു. പാച്ചാനല്ല, പഠിക്കാൻ. അതാണ് ശരിയായ പ്രയോഗം. ഞാൻ മലയാളം വിദ്വാനാ. കരുണാകരൻ മാഷ് മലയാളം വിദ്വാനാ. എന്നാലേ നാളെ മുതൽ പാച്ചാന്ന് പഠിപ്പിച്ചാ മതി. ഇരുത്താൻ വന്നേക്കണ്. ഷേക്സ്പിയർ അക്കാദമിയിലെ 90-95% വിജയം. നിങ്ങൾ പഠിപ്പിച്ച ഒറ്റ ഒന്ന് ഇവിടെ ജയിച്ചിട്ടുണ്ടോ? എങ്ങനെ ജയിക്കാനാ? ശമ്പളം തരണം. ഇവിടെ വന്നതിന് ശേഷം എന്റെ കയ്യിലുള്ള മലയാളം മുഴുവൻ പോയി. പണ്ട് മലയാളം അറിയില്ലോ, വെള്ളം പോലെ. അതൊക്കെ പിള്ളേര് പഠിക്കാത്തതുകൊണ്ടാ. കൊറേ നേരം കഴുകും തൂക്കി പണി ശല്യപ്പെടുത്താതെ. എനിക്ക് ഇവിടുന്ന് അങ്ങനെ ചൊറിഞ്ഞ് വരുന്നുണ്ട്. വൈദ്യുര കാരണം അത് തന്നെ കാണിച്ചിട്ടുണ്ട്. അറിയോ പലിശ കൊടുക്കണ്ട എങ്ങനെയാന്ന് തലപോഞ്ഞ് ആലോചിക്ക. അപ്പഴാ അവന്റെ ശമ്പളം. ശമ്പളം വേണം. അങ്ങോട്ട് വരും. കുട്ടികളെ തട്ട വെച്ച് മൂത്രപ്പരാറ്റി. രക്ഷപ്പെട്ടു റഷീദ്. ഇനി സമാധാനായിട്ടൊന്ന് മോനെ ഇങ്ങോട്ടൊക്കെ നീ ആ കുട്ടികളായിട്ട് സംസാരിച്ചോ? ഞാനെന്താ പറയാ, നിങ്ങളെന്ന് സംസാരിക്കുക. നിങ്ങളല്ലേ പ്രിൻസിപ്പാള്? മൂത്രപ്പോരാൻ ചെയ്യാ. അല്ലാതെ കോളേജിന്റെ ഇവിടെ ഒരു 10-200 പഠിക്കുന്നുണ്ട്. പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരെണ്ണം പോലും സമയത്തിന് ഫീസ് തരില്ല. സാറ് സമാധാനായിട്ട് പോണം. ഞാൻ ഇവറ്റകളെല്ലാം പിഴിഞ്ഞ് ഒരാഴ്ചക്കകം പലിശ അവിടെ എത്തിക്കുക പോരെ. എന്റെ ദുബായിലുള്ള എല്ലാ ഫ്രണ്ട്സും അപ്പോഴേ പറഞ്ഞതാ എന്ത് പലിശ വാങ്ങരുത്. അല്ല, പിന്നെ ഈ പാരൽ കോളേജ് ഒന്ന് ഫൈനാൻസ് ചെയ്യരുതെന്ന്. സാറേ ഇത് അത്തരത്തിലുള്ള പാരൽ കോളേജല്ല. ഏടോ ഒരു മാന്യനായ ഗസ്റ്റ് വന്നിട്ട് 4 മണിക്കൂറായി. ഒരു ചായ വാങ്ങാൻ പോയ സമയത്ത് നീയൊക്കെ മനുഷ്യനാണോ? കൈ കഴിക്കൊക്കെ ഇനി ഇമാര് ചീപ്പ് ഇടപാട് എന്നെ അയക്കരുത്. ആ റാഹേലടുത്ത് പൈസ ഇല്ലാണ്ട് വന്ന ചൂലെടുക്കൂ. നീ തോണ്ടണം 4 ആൾ കേക്കട്ടെ. സാറേ എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്താ? നാളെ എന്റെ അനിയത്തിയുടെ കല്യാണം. അതിനെന്താ വരാലോ. നിങ്ങൾ വരുവോ വരാതിരിക്കുക എന്തേലും ചെയ്യും. എനിക്ക് എന്റെ ശമ്പളം മുഴുവൻ തീർത്ത് കിട്ടണം. തരാലോ. ബൈ മിസ്റ്റർ ചന്ദ്രശേഖരൻ നായർക്ക് മിസ് സുമിത്രയെ പരിചയമില്ലല്ലോ. ദുബായിലെ വലിയ എന്ത് പിയെ ഷെയ്ക്ക്. ഓ എന്തൊരു താഴാഴ്മ. ഞാൻ ഈ സ്ഥാപനത്തിന് ഒരു വലിയ തുക സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരി, ഞാൻ ഇറങ്ങട്ടെ. നാളെയല്ലേ അനിയത്തിയുടെ കല്യാണം? ഞാൻ വന്നിരിക്കും. മിസ് സുമിത്ര ക്ലാസ് പോയിക്കോളൂ. അപ്പോളേ പറയുമ്പോ ഫീൽ ചെയ്യരുത്. നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. നിങ്ങൾക്ക് ആ പഴയ പണി തന്നെയാണ് നല്ലത് കേട്ടോ. പോയി അടിക്കണം രക്ഷിതേ. ഏതായാലും 36% വെച്ചു കൊടുക്കില്ല. നിങ്ങൾ തന്നെ പോയി പിടിക്കും. അതിനൊക്കെ പറ്റാത്തോണ്ടല്ല, അന്തസ്സിന് കുറവാ. കോളേജ് പിള്ളേരും കിടന്ന് ജീവിക്കാൻ നിർത്തില്ലാതെ പെണ്ണുങ്ങളുണ്ട് അവിടെ. ഇതിലും നല്ല ഇതിനൊക്കെ കാര്യം പ്രിൻസിപ്പാളാ. എന്താ സംഭവം? സംഭവം കുമാര സംഭവം. 36% പലിശ കൊടുത്തിട്ടാണ് ഞാൻ ഈ വിദ്യാകേന്ദ്രം നടത്തുന്നത്. അറിയോ? അപ്പഴേ
അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്റെ കടയിലെ പറ്റുവരെ ഇങ്ങത്താ. അയ്യോ സമയായി, ബെല്ലടിക്കാൻ സമയായി, ബെല്ലടിക്കാൻ സമയായി. ആ, പോയി ബെല്ലടി, 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 പോ, പോ, പോ. ആ. ബെല്ലടിയാ? എന്ത് ബെല്ലടി? സ്ട്രിക്റ്റ് കോളേജ്. അത് ശരിയാ, സ്ട്രിക്റ്റാ. എന്നാ നാളെ നക്കാൻ വരുമ്പോഴേ അവിടെ സിറ്റായിരിക്കും, നോക്കിക്കോ. ഇത്രയും കുത്തഴിഞ്ഞ് നാറിയ ഒരു പാരലൽ കോളേജ് ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ കാണുന്നത്. ഇനി ഇതിവിടെ വേണ്ട. ഏതെങ്കിലും വിദ്യാർത്ഥി പാസ്സായ ചരിത്രം ഈ കോളേജിൽ ഉണ്ടായിട്ടുണ്ടോ? വായി നോക്കികളായ കുറെ വാദ്യന്മാരും. സമചരിങ്ങി ഇറങ്ങും പഠിപ്പിക്കാനായിട്ട്. പിള്ളേർ തമ്മിൽ തല്ലി ചത്താലും ദോഷം ആർക്കാ? കുടുംബത്ത് പറഞ്ഞ പിള്ളേർ പോലും ഇവിടെ വന്നാൽ പിഴച്ചു പോകും. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു. 36% പലിശ കൊടുത്തിട്ടാണ് ഞാൻ ഈ സ്ഥാപനം നടത്തുന്നത്. മാസാമാസം പലിശ കൊടുക്കണം. അധ്യാപകർക്ക് ശമ്പളം ഇല്ല, അത് കൊടുക്കണം. മനസ്സിലായില്ലേ? വിദ്യാർത്ഥികൾ ഫീസ് എന്നാൽ മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. നിങ്ങളിൽ ആരെങ്കിലും കൃത്യസമയത്ത് കുട്ടികളുടെ കയ്യിൽ ഫീസ് കൊടുത്തയക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ആ, ആർക്കൊന്നും പറയാനില്ലേ? എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, ഒരു പ്രഗത്ഭനായ അധ്യാപകനെ നിയമിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ സമാധാനപരമായിട്ട് എല്ലാവരും പോണം. പുതിയ മാഷ് വന്ന് ഇവിടെ ഒലത്താൻ പോകുന്നു അല്ലേ സുബി? അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ. നല്ലൊരു മാഷ കൊണ്ടുവരാ. എവിടുന്ന് കൊണ്ടുവരും? കൊണ്ടുപോവാ. അയാള് വന്നാല് നമ്മളെ കുട്ടികള് IAS, IPS, ICS, IFS ഒക്കെ പാസ്സായി പോകും. പക്ഷെ നിങ്ങൾക്ക് പറ്റൂല. കാരണം കൃത്യമായിട്ട് ശമ്പളം കൊടുക്കേണ്ടി വരും. അതൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ വെള്ളം അത് നമ്മൾ നോക്കണ്ട, അത് അയാളായിക്കോളും. ആളൊരു ചൂടനാ. ആദ്യം നമുക്ക് ഐസ് വെച്ച് തണുപ്പിക്കാം. അത്രേ ഉള്ളൂ.